എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കാം ചേച്ചി. സാറിനെ കണ്ടില്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? ചേച്ചിക്ക് ഇന്ന് പറയാനുള്ളത് പെണ്ണുങ്ങളെ കഷ്ടം. എല്ലാവർക്കും ഇഷ്ടമാണ്. ചില ആൾക്കാര് എന്നോട് പറയാറുണ്ട്, ചേച്ചിയുടെ ആംബിറ്റ്സിനെ കാണിച്ചു. ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ? അതല്ല, കാണട്ടെ അവിടെ മുടിയുണ്ടോ, ഹെയർ ഉണ്ടോ, അതുപോലെ തന്നെ അവിടുത്തെ മണം എന്താണ്. ഒക്കെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ ശശികല, നിനക്ക് എന്താ അതിനെപ്പറ്റി നിന്നോട് അങ്ങനെ ചോദിക്കാറുണ്ട് ആൾക്കാര്? ഇഷ്ടം പോലെ അവിടെ ചെറുതായിട്ട് ഹെയർ ഉള്ളതും ചിലപ്പം ഹെയർ ഇല്ല നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും. മുഖത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ അതിന്റെ പേര്? നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തിനു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ എപ്പോഴും നമ്മള് വൃത്തി മസ്റ്റാണ്. ഒരുപാട് സ്മെല്ലുണ്ടാവാതെ സൂക്ഷിക്കാം. അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരോ ഉണ്ടോ? പിന്നെ നാച്ചുറൽ സ്മെല്ല് ഉണ്ടാവുന്ന ആമ്പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. എന്നാലും കഷം കാണുമ്പോൾ ഒരു വികാരമാണ്. ബന്ധപ്പെടുമ്പോൾ കഷത്തിന് ആംബിസിന് പ്രധാന മുഖ്യത്വമുള്ള ഒരു പ്ലേസും കൂടാണ്. ആണോ? അനുഭവം ഉള്ളവര് പറയുമ്പം വിശ്വസിച്ചല്ലേ പറ്റൂ. ബന്ധപ്പെടുന്ന സമയത്ത് അത് നല്ലൊക്കെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അതിന്റെ ഫീല് വേറെ ഒന്നും തന്നെയാണ്. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. ആൾക്കാരെല്ലാം ചെയ്തിട്ടുള്ളവരുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. പെണ്ണുങ്ങളെ ഏറ്റവും നല്ലൊരു ഹോട്ടസ്റ്റ് പ്ലേസ് ആണ്. അതുപോലെ തന്നെ ആമ്പിള്ളേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ.